ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. എനിക്ക് ഷുഗർ ക്രേവിംഗ് വരുമ്പോൾ ഞാൻ എപ്പോഴും കേസരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കണ്ടാലോ? ആദ്യം നമുക്ക് നെയ്യാണ് വേണ്ടത്. പക്ഷെ നെയ്യ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാൽപ്പാട എടുത്തിട്ട് ബട്ടർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. കൂടെ കേസരിയാണ് ഉണ്ടാക്കണേന്ന് ഇറങ്ങിയപ്പോ വിച്ചുകുട്ടനും കൂടെ വന്നേ. അവന്റെ യൂട്യൂബ് ചാനലിലും അപ്പൊ വീഡിയോ ഇടാലോ. അവന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് വിച്ചൂസ് കിക്സ് എന്നാണ്. എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അവൻ കുട്ടിയല്ലേ, അവൻ ഇത്രയും കൊച്ചിലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് അഭിമാനം ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളും അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുന്നേ. അപ്പൊ ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. ബട്ടർ എടുത്തിട്ട് നമ്മൾക്ക് ഏത് പാനിലാണോ വെക്കേണ്ട ആ പാൻ ചൂടാക്കി എടുക്കണം. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിലേക്ക് റവ ഇട്ട് കൊടുക്കാമേ. വിച്ചൂട്ടിനാണ് കേട്ടോ റവ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന റോസ്റ്റഡ് റവയാണ്. റോസ്റ്റഡ് റവ അധികം റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ ബട്ടർ ഇട്ട് ചുമ്മാ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പാലും വാനില എസൻസും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നെ എല്ലാം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വിച്ചുകുട്ടനാണ് കേട്ടോ. അവന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണേ. എന്നാൽ കുറച്ച് അധികം ഇട്ട് കൊടുത്താലേ പിന്നെ ആയി വരുമ്പോൾ നമുക്ക് ആ ഒരു മധുരം കിട്ടത്തുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചൊരു കളറിന് വേണ്ടി. കാരണം കളർ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ഒരു സുഖമാണ്. എനിക്ക് കേസരിയിൽ കുറച്ച് കളറുള്ള ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള നട്ട്സും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കേസരി ഇവിടെ റെഡി. പിന്നെ ഞാൻ അതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കഴിക്കാനുള്ള എളുപ്പത്തിൽ. പിന്നെ അമ്മയ്ക്ക് കൊണ്ടേ കൊടുത്തപ്പോഴത്തേക്ക് അമ്മയ്ക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട്, വിച്ചൂട്ടിനെ ഇഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.